മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി. സുരക്ഷാ സേനയിലെ എസ് സന്ദീപും കണ്ടാലറിയാവുന്ന ഉദ്യോഗസ്ഥരുമാണ് മറ്റു പ്രതികൾ. മർദ്ദനത്തിൽ പരിക്കേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും ദൃക്സാക്ഷികളും ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി മൊഴി നൽകി. ഇനിയും ഈ നാട്ടിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും മൗലിക അവകാശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിയമ നടപടികൾ ഉണ്ടാകുന്നതുവരെ ഏതറ്റം വരെയും നിയമപരമായി തന്നെ മുമ്പോട്ട് പോകുവാനാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. നവകേരള ബസിന് നേരെ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കീഴ്പ്പെടുത്തിയ പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വളഞ്ഞിട്ടടിക്കുകയായിരുന്നു. SP-ക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും കേസ് എടുത്തിരുന്നില്ല. തുടർന്നാണ് മർദ്ദനമേറ്റവർ കോടതിയെ സമീപിച്ചത്. കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും. ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ സുരക്ഷാ ചുമതലയിൽ നിന്ന് നീക്കാത്തതിനെ കോൺഗ്രസ് വിമർശിച്ചിരുന്നു. എന്നാൽ ആദ്യം മുതൽ അംഗരക്ഷകരെ ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേത്. എൻ്റെ ഗൺമാൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.